Hallo, guten Morgen. Hallo, Hallo, guten guten Morgen. Ja, guten Morgen, wie geht's? Sehr Sehr gut. gut. Und Und Ihnen? du? Ja, ich bin gut. Okay, guys, so yeah, let's start. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു? Listening. ഓക്കെ ഓക്കെ സോ ലിസണിങ് നമ്മൾ ഏതെല്ലാം ടൈപ്പ് ഓഫ് ലിസണിങ്സ് ആണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഗോയിത്തെ എക്സാമിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒരു എക്സാം പ്രിപ്പറേഷൻ ആയിട്ട് ചെയ്യാം കേട്ടോ. നമ്മുടെ കോഴ്സിന്റെ ലാസ്റ്റിൽ വന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒരു ക്ലാസ്, ഇനിയിപ്പോ നിങ്ങൾക്ക് ആ ഒരു ക്ലാസ്സിൽ കംപ്ലീറ്റ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആ ഒരു ക്ലാസ് കൂടെ എക്സ്ട്രാ എടുത്തിട്ട് എക്സാം പ്രിപ്പറേഷൻ ചെയ്യാം. അതിൽ നമ്മൾ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയാണ് ക്യൂറിൻ പാർട്ട്, ഇപ്പം ഏതെല്ലാം പാർട്സ് ആ വരുന്നത്, ഏതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് എന്നുള്ളത് ജസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, നമ്മൾ ഇമെയിൽ ആൻഡ് ലെറ്റർ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല മാം. ഓക്കെ നെക്സ്റ്റ് ക്ലാസ് പഠിപ്പിക്കാന്ന് പറഞ്ഞു. ഓക്കെ ഓക്കെ സോ യെസ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ലെറ്റർ റൈറ്റിംഗ്, ഇമെയിൽ റൈറ്റിംഗ്. ഇത് എങ്ങനെയാണ് ജർമ്മനിൽ ലെറ്റർ എങ്ങനെ കൊടുക്കും, ഇമെയിൽസ് എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളതാണ്. Guys, is the screen visible? Yes. Yes, ma'am. സോ ഫസ്റ്റ് നമുക്ക് ലെറ്റർ നോക്കാം. എങ്ങനെയാണ് ഒരു ലെറ്റർ ജർമ്മനിൽ എഴുതുന്നത് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അതിന്റെ ഫോമാറ്റ് ആണ് കേട്ടോ. എങ്ങനെയാണ് ഒരു ലെറ്ററിന്റെ ഫോമാറ്റ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. സോ ഫസ്റ്റ് ആയിട്ട് ലെറ്റർ എന്നുള്ളതിന് ജർമ്മനിൽ എന്താ പറയുന്നത് എന്നുള്ളത് നോക്കുക. ഹിയർ യു ഗൈസ് കൻ സീ ഡർ ബ്രീഫ്. ഡർ ബ്രീഫ്, ബ്രീഫിന്റെ ആർട്ടിക്കിൾ ഡെർ ആണ് കേട്ടോ. നമ്മുടെ ലെറ്ററിന്റെ ആർട്ടിക്കിൾ ഡെർ ആണ്. സോ ഡർ ബ്രീഫ് ദ ലെറ്റർ, ഡർ ബ്രീഫ് എന്നാണ് കേട്ടോ നമ്മൾ പറയാം. ഓക്കെ, സോ നിങ്ങളൊരു ലെറ്റർ എഴുതുന്ന ടൈമിൽ അതിൽ കൊടുക്കേണ്ട, ഒരു ജർമ്മൻ ലെറ്ററിൽ കൊടുക്കേണ്ട ഫോമാറ്റ് എന്ന് പറയുന്ന ടൈമിൽ നമ്മളിപ്പോ ഇംഗ്ലീഷിൽ ലെറ്റർ എഴുതാണെങ്കിൽ, മലയാളത്തിലാണെങ്കിൽ, ഹിന്ദിയിലാണെങ്കിലൊക്കെ ഏതൊരു ലെറ്ററിനും അതിൻ്റെതായിട്ടുള്ള ഫോമാറ്റ്സ് ഉണ്ട് അല്ലെ. അതുപോലെ തന്നെ നമുക്ക് ജർമ്മനിലും ജർമ്മൻ ലെറ്ററിന് ഒരു ഫോമാറ്റ് വരുന്നുണ്ട്. സോ ഫസ്റ്റില് വന്നിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഹലോ, ഇപ്പോ ഒരാൾക്ക് നമ്മൾ ലെറ്റർ എഴുതാന്ന്, അല്ലെങ്കിൽ ലെറ്റർ എഴുതുന്ന ടൈമിൽ നമ്മൾ ഹലോ അല്ലെങ്കിൽ ഡിയർ ഇങ്ങനെയൊക്കെ കൊടുത്തിട്ട് ഫസ്റ്റ്, ഇപ്പം നിങ്ങളുടെ ഏതെങ്കിലും ഒരു ഫ്രണ്ട്സിന്റെ ലെറ്റർ എഴുതുന്നത് ഇമാജിൻ ചെയ്തേ. ഫ്രണ്ടിന്റെ പേര്, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോ ഫ്രണ്ടിന്റെ പേര് ജോൺ എന്നാണ്. സോ ഇവിടെ ഹലോ യോൺ എന്ന് കൊടുത്തിട്ടുള്ളത് കാണാം. ഇനി അതിപ്പോ ഡിയർ ജോൺ അല്ലെങ്കിൽ ഡിയർ ജൂലിയ, ഓഫ് ഡോയ്ച്ച് യൂലിയ, ഇങ്ങനെയായിട്ട് മാറും. സോ ഇത് നമ്മൾ എങ്ങനെയാണ് ജർമ്മനിൽ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോ ഹലോ ഹലോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലാണ്ട് ഡിയർ, ഇപ്പൊ നമ്മൾ നോർമലി ഫ്രണ്ട്സിനൊക്കെ എഴുതുന്ന ടൈമിൽ, ലെറ്റർ എഴുതുന്ന ടൈമിൽ ഡിയർ എന്ന് യൂസ് ചെയ്യും. സോ ഇപ്പൊ നിങ്ങൾക്ക് ഡിയർ ജോൺ അല്ലെങ്കിൽ ഡിയർ യൂലിയ ഇങ്ങനെയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ലിയബെ, ഇവിടെ രണ്ട് വേർഡ്സ് കാണാം, ലിയബെ എന്നും ലിയബർ എന്നും. സോ ലിയബെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിയർ ആണ്, ലിയബർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഡിയർ ആണ്. പക്ഷെ നിങ്ങളിപ്പോ ഒരു മെയിലിനാണ് ലെറ്റർ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ലിയബർ, ഇപ്പോ ജോണിന് ഡിയർ ജോൺ എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റിൽ നമുക്ക് അത് എഴുതണം. സോ ലിയബർ യോൺ എന്ന് കൊടുക്കുക, ലിയബർ എന്ന് കൊടുക്കുക. ജോണിന്റെ കൂടെ ഡിയർ യൂസ് ചെയ്യുന്ന ടൈമിൽ ലിയബർ കൊടുക്കുക. ഇനിയിപ്പോ യൂലിയ എന്നൊരു പെൺകുട്ടിയാണ്, യൂലിയ എന്നൊരു ഫീമെയിൽ ആണ്, ഇവർക്കാണ് ലെറ്റർ എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ലിയബെ യൂലിയ എന്ന് എഴുതുക. ലിയബെ യൂലിയ, അവിടെ ലിയബെ എന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. ഓക്കെ ഓക്കെ സോ ഫസ്റ്റില് ഇപ്പോ ഈ ഒരു മൂന്ന് കാര്യങ്ങൾ, ഇപ്പൊ ഒന്നെങ്കിൽ ഹലോ കൊടുക്കുക, ഹലോ ജെൻഡർ
ബേസിൽ ഡിഫറൻസ് ഇല്ലാണ്ട് ഏതൊരു ജെൻഡറിനും നിങ്ങൾക്ക് കൊടുക്കാം. നമ്മൾ നോർമലി ഡിയർ എന്ന് കൊടുക്കുന്ന ടൈമിൽ ലിയബെ എന്നുള്ളത് ഫീമെയിലിനും ലിയബർ എന്നുള്ളത് മെയിലിനും കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇവിടെ ഗൈസ് നിങ്ങൾ നോട്ട് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ബ്രാക്കറ്റ് കൊടുക്കുക കേട്ടോ. ജസ്റ്റ് ഫീമെയിൽ എന്നും മെയിൽ എന്നും കൊടുക്കുക. ഓർ ഇവിടെ ലിയബെ ജൂലിയ ഓർ ലിയബർ യോൺ ഇങ്ങനെ ജസ്റ്റ് മെയിൽ നെയിമോ ഫീമെയിൽ നെയിമോ എഴുതിയിട്ട് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. ഓക്കെ, സോ ഹാലോ യോൺ എന്നിവിടെ ഉണ്ട്. ഇത് ലിയബെ യുലിയ ഓർ ലിയബർ യോൺ എന്നാക്കിയിട്ടും കൊടുക്കാം. എന്നിട്ട് കണ്ടന്റ് എന്താണോ മാറ്റർ, ഇപ്പോ ഒരു ലെറ്റർ, ഇപ്പൊ നിങ്ങൾ ബർത്ത്ഡേ പാർട്ടിക്ക് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം, ഇപ്പോ നിങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി, ഹോക്സൈഡ് സ്റ്റാർ, ഇതിന് നിങ്ങൾ ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യാണ്, ഫാമിലീസിൽ ആരെങ്കിലും ഇൻവൈറ്റ് ചെയ്യാണ്. സോ ആ ഒരു ടൈമിൽ എന്തൊക്കെയാണോ നിങ്ങൾ പറയുന്നേ ആ ഒരു കണ്ടന്റ്, നമുക്ക് കുറച്ച് ബേസിക് ആയിട്ടുള്ള കണ്ടന്റിൽ വരേണ്ടുന്ന തിങ്സ് എൻഡിൽ ഫോമാറ്റ് ഡിസ്കസ് ചെയ്തതിന് ശേഷം നമുക്ക് പറയാം. സോ ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക, ഇതില് കണ്ടന്റ് എന്താണോ എന്തൊക്കെയാണോ നിങ്ങൾക്ക് അവർക്ക് പറയാനുള്ള മെസ്സേജസ് അത് നിങ്ങൾ ഈ ഒരു മിഡിലില് നിങ്ങൾ കൊടുക്കുക. എന്നിട്ട് എൻഡില് ലാസ്റ്റ് ആയിട്ട് നമ്മുടെ ഫോമാറ്റിൽ വരുന്നത് ഫീൽ ദ ഗ്രൂസെ എന്നുള്ളതാണ്. ഫീൽ ദ ഗ്രൂസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബെസ്റ്റ് റിഗാർഡ്സ് എന്നാണ് കേട്ടോ. ബെസ്റ്റ് റിഗാർഡ്സ് ഫീൽ ദ ഗ്രൂസ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ നെയിം കൊടുക്കുക അവിടെ. അപ്പം ഹാലോ എന്ന് പറഞ്ഞിട്ട് ആർക്കാണോ എഴുതുന്നത് അവരുടെ നെയിം ഹാലോ ലിയബർ ഇഫ് ഇറ്റ്സ് ഫീമെയിൽ ഓർ ലിയബർ ഇഫ് ഇറ്റ്സ് മെയിൽ, എന്നിട്ട് മാറ്റർ കൊടുക്കുക. then feel a gruse means best regards, then your name. okay, feel a gruse then name. ഇത്രയാണ് നമ്മുടെ ലെറ്ററിന്റെ ഫോമാറ്റിൽ വരുന്നത് കേട്ടോ. ഒരു ലെറ്റർ നിങ്ങൾ എഴുതുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അതിൽ കൊടുക്കണം. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് നമ്മുടെ ഇമെയിലിന്റെ ഫോമാറ്റ് കൂടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. ഇമെയിലിന് നമ്മൾ സെയിം തന്നെയാണ്, ഇമെയിൽ എന്ന് തന്നെയാണ് പറയാ. ഇമെയിലിന്റെ ഫോമാറ്റിലോട്ട് പോകുന്ന ടൈമിൽ നമ്മൾ ഫസ്റ്റില് അന്നാണ് കൊടുക്കുക. അൻ എന്നുള്ളതാണ്. അൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആണ് കേട്ടോ. ആ ഒരു ആർക്കാണോ നമ്മൾ മെയിൽ ചെയ്യുന്നേ എന്നുള്ള ഒരു മീനിങ്. ഇപ്പം നിങ്ങൾ ആർക്കാണോ മെയിൽ ചെയ്യുന്നത് അവരുടെ മെയിൽ ID കൊടുക്കുക അൻ എന്നുള്ള ഇവിടെ. പിന്നെ അതുപോലെ ബെറ്റർഫ് താഴെ ബെറ്റർഫ് എന്ന് കൊടുക്കണം. ബെറ്റർഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്ജക്റ്റ് ആണ്. സബ്ജക്റ്റ് ഇപ്പൊ നമ്മൾ നോർമലി മെയിൽ അയക്കുന്ന ടൈമിലൊക്കെ നിങ്ങൾക്ക് കാണാം നമ്മൾ ഈ ഒരു ടൂവും സബ്ജക്റ്റും നമുക്ക് ഉണ്ടാവാറുണ്ട്. സോ ബെറ്റർഫ് വന്നിട്ട് എന്താണോ സബ്ജക്റ്റ്, ഇപ്പോ നമ്മളൊരു ഇൻവിറ്റേഷൻ, ഇപ്പൊ എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻവിറ്റേഷൻ, എന്തെങ്കിലും ഒരു പ്രോബ്ലം, എന്താണോ സബ്ജക്റ്റ് ആ ഒരു സബ്ജക്റ്റ് കൊടുക്കുക. ഇപ്പോ ബർത്ത്ഡേ പാർട്ടിക്ക് ഇൻവൈറ്റ് ചെയ്യാനാണെങ്കിൽ ഐൻലാഡും ഫ്യൂർ എന്തിനാ നമ്മുടെ ഗബൂസ്റ്റാഗ് ഫിയർ ഓർ ഗബൂസ്റ്റാഗ് പാർട്ടി എന്ന് പറയും ബർത്ത്ഡേ പാർട്ടിക്ക്. സോ ഗബൂസ്റ്റാഗ് പാർട്ടി എന്ന് കൊടുക്കുക നമ്മുടെ സബ്ജക്റ്റിൽ. സോ ആ ഒരു അന്നും ബെറ്റർഫും നിങ്ങൾ മിസ് ചെയ്യാണ്ടിരിക്കുക. പിന്നെ വന്നിട്ട് ഹാലോ ലിയബർ ലിയബെ, ഇത് സെയിം നമ്മുടെ ബ്രീഫിന് നമ്മുടെ ലെറ്ററിന് യൂസ് ചെയ്ത പോലെ തന്നെയാണ്. ഒന്നെങ്കിൽ ഹാലോ എന്ന് കൊടുക്കുക, അപ്പം ഹാലോ ജോൺ അല്ലെങ്കിൽ ഹാലോ യൂലിയ, അല്ലെങ്കിൽ ഡിയർ എന്നുള്ള ലിയബെ അല്ലെങ്കിൽ ലിയബർ എന്ന് കൊടുക്കുക. ദാറ്റ് ഈസ് ലിയബർ ഫോർ ഫീമെയിൽ ആൻഡ് ലിയബർ ഫോർ മെയിൽ. ലിയബർ യുലിയ ഡിയർ ജൂലിയ or ലിയബർ യോൺ ഡിയർ ജോൺ. സോ ഏതാണോ ആപ്റ്റ് ആയിട്ടുള്ളത് അത് കൊടുക്കുക. എന്നിട്ട് എൻഡും സെയിം ലൈക്ക് ലെറ്റർ എൻഡിൽ ഫീൽ എ ഗ്രൂസെ ബെസ്റ്റ് റിഗാർഡ്സ് എന്നുള്ള ഫീൽ എ ഗ്രൂസെ കൊടുക്കുക. ദെൻ യുവർ നാമ ആഡ് ചെയ്യുക. ഓക്കെ, സോ ഇതിൽ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് അന്നാണ്. അന്ന് കൊടുത്ത് നമ്മുടെ ഏത് മെയിലിലേക്കാണോ സെൻഡ് ചെയ്യുന്ന ഈ ഒരു മെയിലിലേക്ക് നിങ്ങൾ ആ ഒരു മെയിൽ ID ഇവിടെ കൊടുക്കുക. ദെൻ ബെറ്റർഫ് സബ്ജക്റ്റ് കൊടുക്കുക. ദെൻ ഹാലോ ഒഡലിയബെ ഒഡലിയബർ. ദെൻ ആഫ്റ്റർ ദി കണ്ടന്റ് ഓർ ദ മാറ്റർ ഫീൽ എ ഗ്രൂസ് ദെൻ നാമ. ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? ഇതില് ലെറ്റർ റൈറ്റിംഗ്, ലെറ്റർ ഫോർമാറ്റ് നോക്കാം കേട്ടോ.
ഫോർമാറ്റ്സിലെ ലെറ്ററിലോ ഇമെയിൽസിലോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ നോക്കിയേ. Clear? Yes, clear, ma'am. Okay. സോ ഇനി നമുക്ക് എങ്ങനെയാണ് ഇപ്പൊ ഒരു ബേസിക് ആയിട്ടുള്ള ലെറ്റർ ഓർ ഇമെയിലിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അതിന്റെ മാറ്റർ എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഗൈസ്, രണ്ടിനും ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള മാറ്റർ മതി. ഇപ്പോൾ ഏതൊരു ടോപ്പിക് ആണെങ്കിലും ഓൾമോസ്റ്റ് ഒരുപോലെയുള്ള മാറ്റർ ആണ് നമ്മൾ കൊടുക്കുക. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പോ നമ്മൾ നോർമലി ഗോയിത്തെ അല്ലെങ്കിൽ നമ്മുടെ എക്സാംസിലൊക്കെ കാണാറ് ഏതെങ്കിലും കൈൻഡ് ഓഫ് ഇൻവിറ്റേഷൻസ് ആണ്. സോ നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് ഫ്രണ്ടിനെ ഇൻവൈറ്റ് ചെയ്യുന്ന കൈൻഡ് ഓഫ് ലെറ്റർ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. സോ ഓക്കെ, ഫസ്റ്റ് ആയിട്ട് നമ്മൾ ഡിയർ ജോൺ അല്ലെങ്കിൽ ഡിയർ യൂലിയ അല്ലെങ്കിൽ ഡിയർ എന്ന് പറഞ്ഞ് അവരുടെ ലിയബെ ഓർ ലിയബർ ഓർ ഹലോ നിങ്ങൾ യൂസ് ചെയ്യുക. അത് ഫോമാറ്റ് വെച്ച് നിങ്ങൾ യൂസ് ചെയ്യുക. എന്നിട്ട് ഐ ഇൻവൈറ്റ് യു ഫോർ മൈ ബർത്ത്ഡേ പാർട്ടി ഇങ്ങനെ പറയാം. ഫസ്റ്റില് ഇപ്പോ ഐ ഇൻവൈറ്റ് യു ഏറ്റവും ബേസിക് ആയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഇത് അല്ലാണ്ട് ഫസ്റ്റില് ഹൗ ആർ യു, വാട്ട് അബൌട്ട് യുവർ ഫാമിലി, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചോദിക്കുക കേട്ടോ. വി ഗെറ്റ് എന്നൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഇറ്റ്സ് ഫൈൻ. ഇവിടെ നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് ഇങ്ങനെയാണ് എഴുതുക എന്നുള്ളത് പറയുകയാണ്. സോ ലാഡഡിഷ് just a second please. ഗൈസ് ചാറ്റിലാണ് കേട്ടോ ടൈപ്പ് ചെയ്യുന്നത്. സോ നിങ്ങൾ ചാറ്റ് നോക്കാം. ഫസ്റ്റില് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് സെന്റൻസസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്ക് അതുപോലെ ചെയ്യാം. ഇത് ജസ്റ്റ് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് സെന്റൻസസ് പറയുന്നു എന്നേ ഉള്ളൂ. സോ ഫസ്റ്റ് വന്നിട്ട് ഇഷ്ലാഡ് ഡിഷ് സു മൈന ഗെബൂസ്റ്റാ പാർട്ടി ഐൻ. സോ ഐ ഇൻവൈറ്റ് യു ടു മൈ ബർത്ത്ഡേ പാർട്ടി എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നമ്മൾ ഏത് വേർബാ യൂസ് ചെയ്തിട്ടുള്ള, ഏത് കൈൻഡ് ഓഫ് വേർബാ ഇവിടെ നമ്മൾ യൂസ് ചെയ്തത്? സോ നമ്മുടെ ഐൻലാഡൻ എന്നുള്ള ടു ഇൻവൈറ്റ്, ഐൻലാഡൻ എന്നുള്ള ട്രെൻബാർ വേർബ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഐ ഇൻവൈറ്റ് യു ടു മൈ ബർത്ത്ഡേ പാർട്ടി. ഇനി നമ്മൾ ജസ്റ്റ് ദ മീറ്റിംഗ് പ്ലേസ്, ഇപ്പം എവിടെയാണ് ഇത് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് പറയണം. സോ ദ മീറ്റിംഗ് പ്ലേസസ് റെസ്റ്റോറൻറ്റ് അല്ലെങ്കിൽ ഹൗസ്, ഇതൊക്കെ നമുക്ക് പറയാം. അപ്പം നമുക്ക് ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് ദ മീറ്റിംഗ് പ്ലേസസ് മൈ ഹൗസ് എന്ന് പറയാം. ഫോർ ദാറ്റ് ദ ട്രഫ്പുങ്ക്ട് ist meine Hause. ഫോർ മീറ്റിംഗ് പ്ലേസ് ട്രഫ്പുങ്ക്ട് എന്നാട്ടോ പറയാം. ഇവിടെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ട്രഫ്പുങ്ക്ട് ist meine The Treffpunkt ist mein Haus. The meeting place അല്ലെങ്കിൽ ആ ഒരു ഇവന്റ് നടക്കുന്നത് എൻ്റെ വീട്ടിലാണ് എന്ന് പറയാണ്.
പിന്നെ അതുപോലെ പാർട്ടി എന്നാണ് നടക്കുന്നത് എന്നുള്ളത്. The party begins സോ ഏതെങ്കിലും ഒരു ടൈം പറയണം. ഇപ്പൊ ആബൻഡ് അല്ലെങ്കിൽ മോഗൻ ഇതെല്ലാം നമുക്ക് പറയാം. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ടൈം പറയാം. ഇപ്പോൾ ദ പാർട്ടി ബിഗിൻസ് അറ്റ് 5 hour അല്ലെങ്കിൽ അറ്റ് ഈവനിങ് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ഇവിടെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആയിട്ട് നമുക്കൊരു ടൈം കൊടുത്തു നോക്കാം. ദി പാർട്ടി begins. ഗൈസ്, ടൈമിന് മുൻപായിട്ട് നമ്മൾ ഏത് പ്രിപ്പോസിഷനാ യൂസ് ചെയ്യാം? Okay, very good, very good. I'm happy that you guys are catching up everything. Okay, so the party starts at 5 o'clock. The party begins on 5 Uhr. Okay. And then ഓക്കെ, ഇനി നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. അതുപോലെ തന്നെ ഇനി ജസ്റ്റ് ഒന്ന് ഇതിനിടയിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഫാമിലിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ചോദിക്കണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം. ജസ്റ്റ് ഒന്ന് എൻഡ് ചെയ്യുന്ന ടൈമിൽ പ്ലീസ് കം വിത്ത് യുവർ ഫാമിലി അല്ലെങ്കിൽ ഐ ഹോപ്പ് യുവർ പ്രസൻസ് ഇങ്ങനെ എന്തെങ്കിലും പറയാം. ഇപ്പോ ഐ ഹോപ്പ് യുവർ പ്രസൻസ് എന്ന് പറയുന്ന ടൈമിൽ ഇഷ് ഹോഫ് ഹൈറ്റ് എന്ന് പറയും. ചാറ്റിൽ ടൈപ്പ് ചെയ്യാം. Ich hoffe, deine Anwesenheit. I hope your presence. ഇനി അതുപോലെ നമുക്ക് ഇപ്പൊ നിങ്ങൾക്ക് പ്ലീസ് കം വിത്ത് യുവർ ഫാമിലി എന്ന് പറയണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് കൻ സേ bitte kommen Sie mit Familie. Bitte kommen Sie mit Familie. Please come with family. Or deine family or your family എന്ന് യൂസ് ചെയ്യുക. And then ഗൈസ്, നിങ്ങൾക്കിപ്പോ ഗോയിറ്റയുടെ എക്സാമിന് ഇതുവരെയും നമ്മുടെ റൈറ്റിംഗ് പാർട്ട് എന്ന് പറയുമ്പോൾ 2 പാർട്ടാണ് ഉണ്ടാവുക. അതിൽ ഫസ്റ്റ് പാർട്ടിൽ വരുന്നത് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. ആൻഡ് സെക്കൻഡ് പാർട്ട് വന്നിട്ട് ഇതുപോലെ ഏതെങ്കിലും ഒരു റൈറ്റിംഗ് പാർട്ട്, ഏതെങ്കിലും ഒരു ആക്ടിവിറ്റി റൈറ്റിംഗ് പാർട്ട് ആയിരിക്കും. ഇപ്പോ മെയില്, ലെറ്റർ, ബിൽബെഷ്റൈബിംഗ് പോലെയുള്ള. പക്ഷേ ഇതുവരെയും വന്നിട്ടുള്ളത് അനുസരിച്ച് നമുക്കൊരു 90% ഉറപ്പിച്ച് പറയാൻ പറ്റും അതൊരു ലെറ്റർ ഓർ ഇമെയിൽ ആയിരിക്കും എന്നുള്ളത്. ഇമെയിൽ എന്നുള്ളതും ഒരു 4 to 5% ഇമെയിൽ വരും. മോസ്റ്റ്ലി ലെറ്റർ തന്നെയാണ് വന്നിട്ടുള്ളത്. ഓക്കെ, ലെറ്റർ ആണ് അധികവും നമുക്ക് വന്നിട്ടുള്ളത്, ലെറ്റർ ആണ്. അതുപോലെ ഈ ഒരു ഷ്രൈബൻ പാർട്ട് എഴുതാൻ വേണ്ടിയിട്ട് ഒരു 20 minutes ഉണ്ടാവും. ഫസ്റ്റില് 2 പാർട്ടാണ് പറഞ്ഞു. അതിൽ ഫസ്റ്റ് പാർട്ട് വന്നിട്ട് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആയിരിക്കും. സെക്കൻഡ് പാർട്ട് ഇതുപോലെ ഇപ്പോൾ നമ്മൾ നോർമലി കാണാറുള്ളത് ഈ ലെറ്റർ എഴുതാനാണ്. ഇമെയിലും നമ്മൾ അധികം കാണാറില്ല, പക്ഷെ ഇമെയിൽ മേ ബി വരാട്ടോ. സോ ഇമെയിൽ നിങ്ങൾ പഠിച്ചു വെക്കാൻ ജസ്റ്റ് ആ ഒരു ഫോമാറ്റ് നോക്കിയാൽ മതി. അല്ലാണ്ട് എക്സ്ട്രാ ആയിട്ട് ഇപ്പൊ കണ്ടന്റ്സ് എല്ലാം ഇതുപോലെയുള്ള കൈൻഡ് ഓഫ് കണ്ടന്റ്സ് ആണ് വരുന്നത്. സോ ഇമെയിൽസ്, ലെറ്റർ, ഒന്നെങ്കിൽ ഇമെയിൽ അല്ലെങ്കിൽ ലെറ്റർ, അതിലൊരു 90 to 95% ഇമെയിൽ തന്നെയാണ് റൈറ്റിംഗ് പാർട്ടിൽ വരിക എക്സാമിന്. സോ പക്ഷെ നമ്മൾ ഈ ഒരു നമ്മുടെ മലയാളീസിന്റെ ഒരു ക്യാരക്ടർ വെച്ചിട്ട് നമ്മൾ ഒരുപാട് എലാബറേറ്റ് ചെയ്ത് അല്ലെങ്കിൽ വലിച്ചു നീട്ടിയിട്ട് എഴുതുന്നവരാ. സോ നിങ്ങൾ മാക്സിമം അത് ഒഴിവാക്കുക. എന്നിട്ട് പോയിന്റ്സ് മാത്രം കൊടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രമേ തന്നിട്ടുള്ളൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യുക എന്നേ പറയുന്നുള്ളൂ. സോ അവിടെ നമ്മൾ ഒരുപാട് എലാബറേറ്റ് ചെയ്ത് എഴുതരുത് എന്ന് പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും 20 minutes നിങ്ങൾക്ക് അത് എഴുതാൻ വേണ്ടിയിട്ടുണ്ടാവും. ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് എന്ന് പറയുമ്പോൾ മേ ബി മുകളിൽ നിന്ന് ഇപ്പോ നമ്മള് റിഷ്ടിഷോട് ഫാഷ് ചെയ്തിട്ടുണ്ടോ? നമ്മള് ലൈക്ക്
Yes, ma'am. Yes. Yes. Yes, this one. ഇത് Yes. നിങ്ങൾ ചെയ്തിട്ടുണ്ടോ ഗൈസ്? ചെയ്തതാ. Yes. ഓക്കെ. സോ ഇതുപോലെ ഒരു പാരഗ്രാഫ് തരും. എന്നിട്ട് താഴെ വന്നിട്ട് നാമ, ആൾട്ടർ, ബെറൂഫ് എന്നൊക്കെ കൊടുക്കും. എന്നിട്ട് മുകളിൽ നിന്ന് എടുത്ത് താഴേക്ക് എഴുതാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് വരിക, അല്ലെങ്കിൽ കോൺജുഗേഷൻ റിലേറ്റഡ് ആയിട്ട്. സോ ഈ ഒരു ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ, നിങ്ങൾക്ക് വായിച്ച് കണ്ടുപിടിച്ച് അത് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ടൈം വേണം. അതുപോലെ തന്നെ മെയില്, ഇപ്പൊ മെയിൽ ആണെങ്കിൽ ലെറ്റർ ആണെങ്കിൽ അത് അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടും നിങ്ങൾക്ക് ടൈം വേണം. സോ ആ ഒരു ടൈം ഇഷ്യൂ ഉണ്ടാവരുത്. സോ നിങ്ങൾ ഇപ്പൊ ജർമ്മൻസ് തന്നെ ഒരുപാട് എലാബറേറ്റ് ചെയ്തൊന്നും അല്ല ഒരു മെയിൽ കാര്യങ്ങളൊന്നും എഴുതുക. സോ മാക്സിമം എന്ത് ചെയ്യുക, പോയിന്റ്സ്, ക്വാളിറ്റി ഉള്ള പോയിന്റ്സ് കൊടുക്കുക. എന്നിട്ട് ഒരുപാട് വലിച്ചു നീട്ടിയിട്ട് എഴുതാണ്ട് ആ ഒരു ക്വാളിറ്റിയിൽ ഷോർട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ ഗൈസ്, ഞാനൊരു ടോപ്പിക് തരാം. നിങ്ങൾ ഈ ഒരു ടോപ്പിക്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന ടൈമിൽ ഒരു ഇമെയിൽ അല്ലെങ്കിൽ ഒരു ലെറ്റർ എഴുതാൻ നോക്കുക കേട്ടോ. ടോപ്പിക് ആനിവേഴ്സറി ഇൻവിറ്റേഷൻ. ഒരു ഇൻവിറ്റേഷൻ, ആനിവേഴ്സറി ഇൻവിറ്റേഷൻ നിങ്ങളുടെ ഫ്രണ്ടിന്, അതിന്റെ ഒരു മെയിൽ. ഫോർ ആനിവേഴ്സറി അറ്റ് Hochzeitstag auf Deutsch. Hochzeitstag ആണ് കേട്ടോ, വെഡിങ് ആനിവേഴ്സറി. സോ ഇതിന്റെ ഒരു ഇൻവിറ്റേഷൻ ആയിട്ട് ഒന്നെങ്കിൽ നിങ്ങൾക്ക് മെയിൽ എഴുതാം, അല്ലെങ്കിൽ ലെറ്റർ എഴുതാം. ഓക്കെ, ഒന്നെങ്കിൽ മെയിൽ അല്ലെങ്കിൽ ലെറ്റർ എഴുതിയിട്ട് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. സോ ഇത് നിങ്ങളുടെ റൈറ്റിംഗ് സ്കിൽ നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ബിൽബെസ്ക്രൈബിംഗ് ചെയ്തതുപോലെ തന്നെ ആ ഒരു ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഒരിക്കലും ട്രാൻസ്ലേറ്റർ യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് വേർഡ്സ് വേണമെന്നുണ്ടെങ്കിൽ ഡിക്ടോഡ് CC യൂസ് ചെയ്യുക. ഇനിയിപ്പം ഏതെങ്കിലും സ്ട്രക്ചേഴ്സിൽ ഡൗട്ട് ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. വേർബ്സിന്റെ കോൺജുഗേഷൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ റിവേഴ്സോ നോക്കാം. ഓക്കെ ഗൈസ്, ക്ലിയർ ആണോ? Yes. ഓക്കെ. സോ ഇങ്ങനെയാണ് ഒരു ലെറ്റർ അല്ലെങ്കിൽ മെയിൽ വരിക. ഇതിൽ ഇമ്പോർട്ടൻറ്റ്, ഇതിപ്പോ ഈ ഒരു ഫോമാറ്റ് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഒരു ഫോമാറ്റ് കറക്റ്റ് പഠിക്കുക, ആ ഫോമാറ്റ് അതുപോലെ തന്നെ കൊടുക്കുക. എന്ന് ജസ്റ്റ് ഈ ഒരു കണ്ടന്റ് മാത്രം എക്സ്ട്രാ ആയിട്ട് നോക്കിയാൽ മതിയാവും നിങ്ങൾക്ക്. ഓക്കെ, ഇനി നമുക്ക് ചെറിയ കുറച്ച് ആക്ടിവിറ്റീസ് ഡിസ്കസ് ചെയ്യാം. മാം 1 minute മാം. ഓ ഹലോ യാ മാം, ഈ ലെറ്ററിന്റെ എൻഡിങ്ങിലെ ഏത് ടൈപ്പ് വന്നാലും ലാസ്റ്റ് കൊടുക്കുന്നത് ബെസ്റ്റ് റിഗാർഡ്സ് ആണോ, ഫീലെ ഗ്രൂപ്പ്സ് എന്നാണോ? യെസ്, ഫീലർ ഗ്രൂസ്. ഇത് കുറച്ച് സ്പേസ് കൊടുത്തിട്ട് എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ. ഫീലർ ഗ്രൂസ് നാമ എന്നുള്ളത് ബെസ്റ്റ് റിഗാർഡ്സും നെയിമും. അപ്പം നമ്മൾ കണ്ടന്റ്, നമ്മുടെ മാറ്റർ ഇപ്പോൾ ഒരു 5 ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിന് ശേഷം കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് താഴെ ഫീലർ ഗ്രൂസ്, എന്നിട്ട് അതിന് തൊട്ട് താഴെ നെയിം കൊടുക്കുക കേട്ടോ. ഓക്കെ ഓക്കെ. ആൻഡ് യാ, ഓക്കെ ആണോ? അല്ലസ് ക്ലാർ? Yes, clear. Yes, ഓക്കെ. ma'am. സോ ഇനി നമുക്ക് കുറച്ച് ആക്ടിവിറ്റീസ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. Okay, before discussing this, just a second.
ഗൈസ് നമ്മൾ ഈ ഒരു ഫാമിലി ട്രീ ഡിസ്കസ് ചെയ്തതാണോ? ഇല്ല. ഓക്കെ. സോ ഇത് വന്നിട്ട് ജസ്റ്റ് നമ്മൾ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ടൈമിൽ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന്റെ ചെറിയൊരു ബേസിക് നോട്ടാണ് കേട്ടോ. സോ ഇതൊരു ഫാമിലി ട്രീ ആണ്. ദ ഫാമിലിയൻ ബൗം. ഫാമിലി ട്രീ എന്നുള്ളത് നമ്മൾ ഫാമിലിയൻ ബൗം എന്ന് പറയും. ബൗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രീ ആണ്. സോ ഫാമിലിയൻ ബൗം ഇസ് ഫാമിലി ട്രീ. സോ ഹിയർ മൈൻ ഗ്രോസ് ഫാദർ. ഗ്രോസ് ഫാദർ. ഗ്രോസ് ഫാദർ എന്തായിരിക്കും? Grandfather. യെസ്, Grandfather. ഗ്രാൻഡ് ഫാദർ ആണ്. യെസ്, മൈൻ ഗ്രോസ് ഫാദർ. അതുപോലെ തന്നെ മൈന ഗ്രോസ് മുട്ടർ. ഗ്രോസ് മുട്ടർ, ഗ്രോസ് ഫാദർ, ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രോസ് മുട്ടർ എന്തായിരിക്കും? Grandmother. യെസ്, പെർഫെക്റ്റ്, ഗ്രാൻഡ് മദർ. ദെൻ താഴെ വന്നിട്ട് മൈന ഫാദർ, മൈന മുട്ടർ. ഫാദർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാദർ ആണ്, മുട്ടർ മദർ ആണ് കേട്ടോ. ദെൻ മൈൻ ഒങ്കിൾ, മൈൻ ടാൻറ്റെ. മൈൻ ഒങ്കിൾ und meine ടാൻറ്റെ. ഒങ്കിൾ അങ്കിൾ ആണ്, ടാൻറ്റെ ആന്റി ആണ്. ദെൻ മൈൻ ബ്രൂഡർ, ബ്രൂഡർ ബ്രദർ ആണ്. ദെൻ ഇഷ് നമ്മൾ ഐ എന്ന് പറയുന്നത് പോലെ. ദെൻ മൈന ഷ്വെസ്റ്റർ, മൈ സിസ്റ്റർ. Then mine cousin, male cousins, sorry, male cousin. Then mine cousine, my cousin, that is female cousin. So, gross father, gross mutter. ഈ ഒരു gross father, gross mutter നമ്മൾ ഒമ്മ ഒപ്പ എന്ന് പറയും കേട്ടോ. ഒമ്മ gross fatherന് നമ്മൾ സോറി gross mutterന് ഒമ്മ യൂസ് ചെയ്യാം, gross fatherന് ഒപ്പ എന്ന് യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ജസ്റ്റ് ഇപ്പൊ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് നിങ്ങൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ടൈമിൽ ഇപ്പോൾ നിങ്ങളെ ഫാമിലി വലിയ ഫാമിലിയാണ്, ഇപ്പോൾ ലാർജ് ഒരു ഫാമിലി ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രോസ് യൂസ് ചെയ്തിട്ട് പറയാം. ഇനിയിപ്പോൾ ചെറിയ ഫാമിലി ആണെങ്കിൽ ക്ലൈൻ യൂസ് ചെയ്തിട്ട് പറയാം. ഇപ്പൊ ഇവിടെ നോക്കുക, മൈന ഫാമിലി ഇസ് ക്ലൈൻ ഓർ ഗ്രോസ്. സ്മാൾ ഓർ ബിഗ്. ഇപ്പൊ നിങ്ങൾക്ക് സ്മാൾ എന്നാണെങ്കിൽ സ്മാൾ എന്ന് പറയാം, ബിഗ് എന്നാണെങ്കിൽ ബിഗ് എന്ന് പറയാം. So here meine family is klein oder groß. Then ich habe eine große Family oder ich habe eine kleine Familie. Guys, നമ്മൾ ജർമ്മനിൽ ഫാമിലി എന്ന് പറയുന്ന ടൈമിൽ ഫമീലി എന്നാ പറയാ കേട്ടോ. ഫമീലി. Ich habe eine große Familie. Ich habe eine kleine Familie. So, I have a large family എന്നാണെങ്കിൽ ich habe eine große Familie. I have a small family എന്നാണെങ്കിൽ ich habe eine kleine Familie. നെക്സ്റ്റ് വന്നിട്ട് ich wohne bei meinen Eltern in Berlin. അത് വന്നിട്ട് I am living with my parents in Berlin. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെ കുറിച്ച് ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ, ചെറിയ ഒരു ഇത് നിങ്ങൾക്ക് ജർമ്മനിൽ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതെല്ലാം യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ അങ്ങനെ പറയാം. ഇനിയിപ്പോ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെയാണ് നിങ്ങൾ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ich wohne mit mein Mann in Berlin. mein Mann, my man എന്നാണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. that means my husband. ich wohne mit mein Mann in Berlin. I'm living with my man in Berlin. ഇപ്പൊ എവിടെയാണോ mit Indian എന്നൊക്കെ കൊടുക്കാം. ich wohne mit meiner Frau in Berlin. ich wohne mit meiner Frau in Berlin means ഇവിടെ നമ്മൾ ഉദ്ദേശിച്ചത് I'm living with my girl, like my wife എന്ന് പറയുന്ന ടൈമിൽ meine Frau എന്ന് പറയാം. അതുപോലെ ഇനിയിപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്ക് ഇപ്പം അലോൺ ആയിട്ട് താമസിക്കുന്നവരുണ്ടെങ്കിൽ ich wohne alleine in Berlin. alleine, alone. I'm living alone in Berlin. So ഈ ഒരു ഇതിൽ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രൊഡക്ഷനിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കിയിട്ട് നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ബേസിക് ആയിട്ടുള്ള സെന്റൻസസ് അല്ലാണ്ട് ഇങ്ങനെയുള്ള സെന്റൻസസ് എല്ലാം നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കാം. ഇപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members, 5 members. meine Family besteht aus 5 Mitgliedern oder 4 Mitgliedern. ich habe eine große Familie. Ich habe eine kleine Familie. Oder ich wohne mit meinen Eltern in Kerala oder in Indien. ഇങ്ങനെ പറയാം.
അല്ലെങ്കിൽ ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ വൈഫിന്റെ കൂടെയൊക്കെ താമസിക്കുന്നത് എന്നുണ്ടെങ്കിൽ ich wohne mit meiner Frau in Berlin, ich wohne mit meinem Mann in Berlin. ഇതെല്ലാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ കംഫർട്ട് വെച്ചിട്ട് ഇൻട്രൊഡക്ഷനിൽ ആഡ് ചെയ്യാൻ പറ്റും കേട്ടോ. അതുപോലെ ഇവിടെ ich wohne mit meiner Family in Berlin. That means I am living with my family in Berlin. Ich wohne in einer Wohngemeinschaft in Berlin. Wohngemeinschaft എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഷെയർഡ് അപ്പാർട്ട്മെന്റ്സിലൊക്കെ ഇപ്പൊ നിങ്ങളിൽ തന്നെ ഡ്യൂട്ടീസ് ഇപ്പൊ വർക്ക് ഒക്കെ ഉള്ളവര് മേ ബി ഷെയർഡ് അപ്പാർട്ട്മെന്റ്സിൽ സ്റ്റേ ചെയ്യുന്നവര് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറയാം ich wohne in einer Wohngemeinschaft. ഇവിടെ വേഗ എന്ന് കൊടുത്തിട്ടുണ്ട്. Wohngemeinschaftന്റെ ഷോർട്ട് ഫോം കൊടുത്തതാണ് കേട്ടോ. സോ നമ്മൾ ഇപ്പൊ ജർമ്മനിയിലൊക്കെ ഒരുപാട് ഷെയർഡ് അപ്പാർട്ട്മെന്റ്സ് ഇതുപോലെ വർക്ക് ചെയ്യുന്നവരൊക്കെ കൊടുക്കും. സോ ആ ഒരു ടൈമിൽ അവർ അതിനെ വേഗ ലൈക്ക് ഈ ഒരു Wohngemeinschaft എന്നാണ് പറയാ. ദാറ്റ് ഇസ് ഷെയർഡ് അപ്പാർട്ട്മെന്റ്. ഇനിയിപ്പോ നിങ്ങൾക്ക് മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 4 members എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ യു ഗൈസ് കൻ സേ meine Family besteht aus 5 Mitgliedern അവിടെ 4 Mitglieder എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെമ്പേഴ്സ് ആണ് കേട്ടോ. എന്റെ ഫാമിലിയിൽ ഇത്ര. ഇപ്പം ബെസ്റ്റഡ് ഹൗസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺസിസ്റ്റ് ഓഫ് ആണ്. ബെസ്റ്റഡ് ഹൗസ് കൺസിസ്റ്റ് ഓഫ്. സോ മൈ ഫാമിലി കൺസിസ്റ്റ് ഓഫ് 5 members എന്ന് വരും. അപ്പം ഇവിടെ കുറച്ച് ഫാമിലി ലൈക്ക് മെമ്പേഴ്സിന്റെ നെയിംസ് ഫാദർ മുച്ചർ മദർ ഒപ്പ ഒമ്മ ഒപ്പ ഗ്രാൻഡ് ഫാദർ ഒമ്മ ഗ്രാൻഡ് മദർ ബ്രൂഡർ ബ്രദർ സിസ്റ്റർ സോൺ ടോസ്റ്റർ ഡോട്ടർ. സോ സൺ ആണ്, ടോസ്റ്റർ ഡോട്ടർ ആണ് കേട്ടോ. ഇപ്പൊ നിങ്ങളുടെ ചിൽഡ്രൻസിനെ കുറിച്ച് പറയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഡോട്ടറും അതുപോലെ 2 sons എന്നാണെങ്കിൽ ich habe eine Tochter und 2 Söhne എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പം അവര് ഏജ് ഒക്കെ പറയുന്ന ടൈമിൽ sie ist എന്ന് പറഞ്ഞിട്ട് അവരെ ഏജ് പറയാം. ഇനിയിപ്പോ അവരുടെ നെയിം നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ sie heißt ഇപ്പൊ ജോൺ, sie heißt യൂലിയ ഇങ്ങനെ പറയാം. അല്ലെങ്കിൽ മൈന ടോസ്റ്റർ ഹൈസ്റ്റ്, മൈന മുട്ടർ ഹൈസ്റ്റ്, മൈന ഫാട്ടർ ഹൈസ്റ്റ് ഇങ്ങനെ പറയാം. സോ ഇങ്ങനെയുള്ള കൈൻഡ്സ് ഓഫ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജർമ്മനിൽ എക്സ്പ്രസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരാളെ നെയിം ഇപ്പം സി ഹൈസ്റ്റ് അല്ലെങ്കിൽ മൈന ഫാട്ടർ അല്ലെങ്കിൽ മൈന മുട്ടർ മൈൻ മൻ ഹൈസ്റ്റ് ഇങ്ങനെ കൊടുക്കാം. ഓക്കെ. അതുപോലെ അവരുടെ പ്രൊഫഷൻ ഇപ്പൊ നിങ്ങളുടെ മുട്ടറിന്റെ പ്രൊഫഷൻ ഇപ്പോ ആർട്സ്റ്റ് അല്ലെങ്കിൽ ക്രാങ്കൻഷെസ്റ്റർ നഴ്സ് ടീച്ചർ ഒക്കെ ആണെങ്കിൽ സി എസ് ലെയറിൻ, സി എസ് ക്രാങ്കൻഷെസ്റ്റർ എന്നൊക്കെ നിങ്ങൾക്ക് കൊടുക്കാം. സോ ഇത് നിങ്ങൾക്ക് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. ഇതൊരു ബേസിക് കൈൻഡ് ഓഫ് നിങ്ങളുടെ ഫാമിലിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ജർമ്മനിൽ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ഈസി നോട്ടാണ്. സോ യാ. Family H9 not full. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മൾ ഫാമിലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ഫാമിലിയെ കുറിച്ചുള്ള ചെറിയൊരു ആക്ടിവിറ്റി ചെയ്യാം. ഇത് ഒരു റീഡിങ് ആക്ടിവിറ്റി ആണ്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് റീഡിങ്ങിന് വരുന്ന, അതായത് ഒരു ടെക്സ്റ്റ് തരും, എന്നിട്ട് താഴെ ക്വസ്റ്റ്യൻസ് തരും, എന്നിട്ട് അതിന് നിങ്ങൾ ആൻസർ ചെയ്യാം. സോ ഇത് മോസ്റ്റ്ലി നമ്മൾ റിഷ്ടിഷോടെ ഫാൾഷ് ആണ് കാണാറ്. നിങ്ങൾ ഇത് ജസ്റ്റ് ഒന്ന് ആൻസർ ചെയ്ത് നോക്കുക. ഗൈസ് ഇത് കാണുന്നുണ്ടോ? നിങ്ങൾക്ക് വായിക്കാൻ പറ്റുന്നുണ്ടോ? ഞാൻ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യാം. ഇൻ കേസ് ആർക്കെങ്കിലും വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. So, Stefanie ist 8 Jahre alt und lebt in Berlin. Sie hat einen älteren Bruder namens Erik. Er ist 8 Jahre alt. Stefanies Vater ist
Für 10 Jahre alt und heißt Paul. Okay. And so on. Just ഒന്ന് വായിക്കുക കേട്ടോ. എന്നിട്ട് താഴെ നമുക്ക് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കുക. ജസ്റ്റ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസർ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഒരു 2 ടൈംസ് വായിക്കുക. ഫസ്റ്റിൽ വായിക്കുക, എന്നിട്ട് ക്വസ്റ്റ്യൻ വായിക്കുക, എന്നിട്ട് ഒന്നുകൂടെ വായിക്കുക. ആർക്കെങ്കിലും ഏതെങ്കിലും മീനിങ്ങിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും വേർഡിൽ ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ.
ഗൈസ് ഇതിലൊരു 5th ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് കേട്ടോ. ആൻഡ് വൺ മോർ തിങ്, ഇതിന് ആൻസർ ചെയ്യുന്ന ടൈമിൽ ഒരിക്കലും വൺ വേർഡിൽ കൊടുക്കരുത്, സെന്റൻസ് കംപ്ലീറ്റ് ആയിട്ട് കൊടുക്കുക. ഇത് ഗ്രാമാറ്റിക്കലി കറക്റ്റ് ആയിട്ടുള്ള സെന്റൻസ് കംപ്ലീറ്റ് സെന്റൻസസ് ആയിട്ട് കൊടുക്കുക. Guys, have you done? Okay, take your time. മാം ഈ Hmm. യങ്കറെ എന്ന് പറഞ്ഞ എന്നതാ? Sorry? യങ്കറെ. Paul hat eine ältere Schwester. It's young sister. Young sister. Jüngere Schwester. Jüngere. യങ്കറെ. ഓക്കെ. ഇവിടെ ഫസ്റ്റ് ലൈൻ കണ്ടോ? സി ഹാറ്റ് einen älteren Bruder എന്ന്. ദാറ്റ് മീൻസ് എൽഡർ ബ്രദർ ആണ് കേട്ടോ. എൽഡർ ബ്രദർ. അതിന്റെ ഓപ്പോസിറ്റ് ആണ് യുങ്ങറെ, ആൽച്ചറെ. ഇവിടെ യങ്ങർ, മുകളില് എൽഡർ.
Guys, have you done? Yes, ma'am. Yeah. സോ ഈ ഒരു പാരഗ്രാഫ് വായിച്ച ടൈമിൽ നിങ്ങൾക്ക് ഇതിന്റെ മീനിങ് മനസ്സിലായോ? മനസ്സിലായി. യെസ് മാം. Okay. So, okay, first question നോക്കുക. We heist Stephanie's brooder. We heist Stephanie's brooder. എന്തായിരിക്കും? Stephanie's brooder name is ബ്രൂഡർ പേര് പേര് Eric. നാമ. ഓക്കെ. സോ നിങ്ങൾക്ക് അത് സെന്റൻസ് ആയിട്ട് ചെയ്യുന്ന ടൈമിൽ സ്റ്റെഫാനീസ് ബ്രൂഡർ ഇസ് എറിക് എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ യെസ് ഹൈസ്റ്റ്. Sir, name is എന്ന് എഴുതി മാം. ഓക്കെ, വെയിറ്റ് ലെറ്റ് മീ ക്ലിയർ ദിസ്. ഒന്നുകിൽ നിങ്ങൾക്ക് സ്റ്റെഫാനീസ് ബ്രൂഡർ ഇസ് എറിക് എന്ന് കൊടുക്കാം, ദാറ്റ് ഇസ് സ്റ്റെഫാനീസ് ബ്രൂഡർ ഇസ് എറിക്. അല്ലെങ്കിൽ സ്റ്റെഫാനീസ് ബ്രൂഡർ ഹൈസ്റ്റ് എറിക്. ഒന്നുകൂടെ എന്താ പറയാ ഇമ്പോർട്ടന്റ് ആയിട്ട്, ലൈക്ക് നമുക്ക് ഒന്നുകൂടെ ഇത് വരുന്ന മീനിങ് ഒന്നുകൂടെ നല്ല രീതിയിൽ വരുന്ന സ്റ്റെഫാനീസ് ബ്രൂഡർ ഹൈസ്റ്റ് എറിക് എന്ന് കൊടുക്കാം. ഓക്കെ, ഇപ്പം കാരണം ഇവിടെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയേ നിങ്ങൾ, വി ഹൈ സ്റ്റെഫാനീസ് ബ്രൂഡർ. സോ സ്റ്റെഫാനീസ് ബ്രൂഡർ ഹൈസ്റ്റ് എറിക്. നാമ ഇസ്റ്റ് എന്നുള്ളത് കൊടുക്കുന്നതിലേറെ ബെറ്റർ നിങ്ങൾ വി ഹൈ സ്റ്റെഫാനീസ് ബ്രൂഡർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെഫാനീസ് ബ്രൂഡർ ഹൈസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ആൻസർ കൊടുക്കുന്നതാണ്. ഇപ്പം ഇത് നോക്കിയേ നിങ്ങൾ, സ്റ്റെഫാനീസ് ബ്രൂഡർ, ഈ ഒരു സബ്ജക്റ്റ് നമ്മൾ ഒരു സെന്റൻസ് എഴുതുന്ന ടൈമിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഫസ്റ്റിൽ അതിന്റെ സബ്ജക്റ്റ്, സെക്കൻഡ് എന്തായിരിക്കും? വെർബ്. വേർബ് കോൺജുഗേറ്റ് ചെയ്തിട്ട് പിന്നെ എന്താണോ അത് നമ്മൾ അതുപോലെ കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഇതിലെ സബ്ജക്റ്റ് സ്റ്റെഫാനീസ് ബ്രൂഡർ എന്നുള്ളത് നിങ്ങൾ ഫസ്റ്റിൽ കൊടുത്തോ, എന്നിട്ട് വേർബ് എന്താ വരുന്നത്? സെക്കൻഡിൽ കൊടുത്തോ, എന്നിട്ട് നമ്മുടെ ആൻസർ കൊടുത്തു. ഓക്കെ, സ്റ്റെഫാനീസ് ബ്രൂഡർ ഇസ് എറിക്, അല്ലെങ്കിൽ സ്റ്റെഫാനീസ് ബ്രൂഡർ ഹൈസ്റ്റ് എറിക്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് ഇസ് എറിക് എന്നും കൊടുക്കാം കേട്ടോ, ഹി ഈസ് എറിക് എന്നും കൊടുക്കാം, ഫൈൻ ആണ്. സോ അത് നിങ്ങളൊരു കംപ്ലീറ്റ് സെന്റൻസ് ഫോമിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ ഒരിക്കലും ആ ഒരൊറ്റ സെന്റൻസ് ഒരൊറ്റ വേർഡ് ആയിട്ട് കൊടുക്കരുത്. നിങ്ങൾക്ക് അവിടെ ചെറിയ മാർക്കിൽ മൈനസ് വരും. നിങ്ങൾ അത് സിമ്പിൾ സെന്റൻസ് അല്ലേ, സോ ആ ഒരു കംപ്ലീറ്റ് സെന്റൻസിൽ നിങ്ങൾ അവിടെ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഓക്കെ, ആൻഡ് സെക്കൻഡ് വൺ എന്താ? വി ഓൾ ടെസ്റ്റ് യുവർ ബ്രൂഡർ. ബ്രൂഡർ ഇസ് ടോൾഡ് ആക്ട് ആരെ ആൾട്ട്. യെസ്, ആക്ടിയാറെ ആൾട്ട്. ഇത് നിങ്ങൾ സെന്റൻസ് ആയിട്ട് ചെയ്യുന്ന ടൈമിൽ ഒന്നെങ്കിൽ നിങ്ങൾക്ക് ബ്രൂഡറിന്റെ നെയിം എന്താന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? എറിക് ആണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് എറിക് ഇസ്റ്റ് അക്തിയാറെ ആൾട്ട് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ഇസ്റ്റ് ലൈക്ക് ഹി ഈസ് 8 years old, ലൈക്ക് ഇസ്റ്റ് അക്തിയാറെ ആൾട്ട്, ഇങ്ങനെ നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം നമുക്ക് മുകളില് ഇവരെ നെയിം നമുക്ക് അറിയാം. സോ ഒന്നുകൂടെ നമുക്ക് ഇതായിട്ട് എഴുതുകയാണെങ്കിൽ അക്തിയാറെ ആൾട്ട് എന്നുള്ള ഒരു ആൻസർ കൊടുക്കാം, അല്ലെങ്കിൽ ഇസ്റ്റ് ഹി ഈസ് എന്നുള്ള ഹി ഈസ് 8 years old എന്നുള്ള ഇസ്റ്റ് അക്തിയാറെ ആൾട്ട് എന്നുള്ളതും നിങ്ങൾക്ക് കൊടുക്കാം. Then third one, we all test Monica. Monica is 6 und 36 Jahre alt. Okay, very good. Monica is 36 Jahre alt. Correct ആണ്. Yes. ഇത് നമ്മൾ വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫോമിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ പറയാം, മോണിക്ക ist 36 Jahre alt. Then fourth one, wo wohnen die Großeltern? Großeltern leben in einer Wohnung. Yes, perfect. Großeltern leben in einer Wohnung. Yes. ഇത് കറക്റ്റ് ഈ ഒരു സെന്റൻസ് കൊടുത്താൽ മതി നമുക്ക്, ബിക്കോസ് ഇതൊരു സെന്റൻസ് ആയിട്ട് തന്നെ ഇവിടെ ഉണ്ട്. സോ Großeltern leben in einer Wohnung. Wohnung എന്ന് പറഞ്ഞാൽ എന്താ? അപ്പാർട്ട്മെന്റ്. ഓക്കെ, പെർഫെക്റ്റ്. നമ്മൾ ബിൽബെഷ്റൈബിംഗിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? Wohnung, അപ്പാർട്ട്മെന്റ്. Then fifth one, wer hat eine Schwester? Wer hat eine Schwester? Eine sister has Monica. Eine sister had Monica.
Guys, what is the meaning Eine of this Schwester. question? Wer hat eine Schwester means Eine Paul Schwester. hat eine Who is there? Who has Ihr sister? Mann. Erman. Eine Oh, Erman. Mann. Paul Ihr Mann. hat. Okay, Paul first hat നിങ്ങൾ eine. ഇതിന്റെ മീനിങ് ഒന്ന് പറഞ്ഞേ. Eine Wer sister. hat eine Schwester? എന്താ മീനിങ്? eine സിസ്റ്റർ ആരുടെ കൂടെയാണ് താമസിക്കുന്നത്? Who has? eine sister. അങ്ങനെയല്ലല്ലോ. Who has sister? ഇവിടെ ha- നമ്മള് ആർക്കാണ് അതിന് who സിസ്റ്റർ has ഉള്ളത്? who has eine yes, sister? yes, ആർക്കാണ്? that's it. Yes, guys, very good. So, who has a sister? ആർക്കാണ് സിസ്റ്റർ ഉള്ളത് എന്നാ ചോദിക്കുന്നത്. വെറിന്റെ മീനിങ് എന്താ? ഇവിടെ ഈ ഒരു വെറിന്റെ മീനിങ് മനസ്സിലായാൽ നിങ്ങൾക്ക് ഇത് കംപ്ലീറ്റ്ലി കിട്ടുന്നുണ്ടാവും, ക്യാച്ച് ചെയ്യാൻ പറ്റും. വെർ എന്നുള്ളതിന്റെ മീനിങ് എന്താ? Who? Who? യെസ്, വെർ നമ്മൾ മീനിങ് പഠിച്ചത് ഹൂ ആണ്. സോ ഹൂ ഹാസ് എ സിസ്റ്റർ. ഇതില് ആർക്ക് സിസ്റ്റർ ഉള്ളതായിട്ടാ ഇവിടെ മെൻഷൻ ചെയ്യുന്നത്? ആർക്കെങ്കിലും Paul hat. സിസ്റ്റർ ഉണ്ട്? Paul. യെസ്, Paul. Paul. Paul hat Paul. eine Paul. jüngere Sister und Yes. sie ist Monika. Monika. വെരി ഗുഡ്. പൗൾ ഹാറ്റ് eine Schwester അല്ലെങ്കിൽ പൗൾ ഹാറ്റ് eine jüngere Schwester. ഇത് പറയാം നിങ്ങൾക്ക്. ബിക്കോസ് ആർക്കാണ് ഇവിടെ ഷെസ്റ്റർ ഉണ്ട് എന്നുള്ളത് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്? പൗളിനാണ്. Paul. സോ പൗൾ ഹാറ്റ് eine Schwester. ഓക്കെ ഗൈസ്, നിങ്ങൾ ഒരു ഇപ്പൊ നിങ്ങൾ ഈ ഒരു ഫസ്റ്റ് 4 ചെയ്തതും കറക്റ്റ് ആണ്, അതിലൊരു മിസ്റ്റേക്കും ഇല്ല. പക്ഷെ ഇങ്ങനെ വരുന്ന ടൈമിൽ ഇപ്പൊ ഈ 5th വൺ നോക്കിയേ, ജസ്റ്റ് നിങ്ങളെ ഒന്ന് നിങ്ങളുടെ ലോജിക് ഒന്ന് നോക്കാൻ വേണ്ടിയിട്ടാ. ഇവിടെ വെർ ഹാറ്റ്, ഹൂ ഹാസ് എ സിസ്റ്റർ, ഇത് സിമ്പിൾ ആണ്. നിങ്ങൾക്ക് ഇതിന്റെ ഒരു മീനിങ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് അറിയാം. ബിക്കോസ് ഈ ഒരു സെന്റൻസ്, ഈ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് ക്ലിയർ ആണ്. ഓക്കെ, സോ യാ, ഹൂ ഹാസ് എ സിസ്റ്റർ, പൗൾ ഹാസ് എ സിസ്റ്റർ. സോ ഗൈസ്, ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ജർമ്മൻ സെന്റൻസസ്, ഇപ്പൊ നമ്മൾ പഠിച്ചിട്ടുള്ള മീനിങ്സ് വരുന്ന ഇങ്ങനെയുള്ള ജർമ്മൻ സെന്റൻസസ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ മീനിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ലേ? ഉണ്ട്. Yes, ma'am. ഉണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു A1-ൽ അത് തന്നെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇപ്പോ നിങ്ങൾക്ക് റീഡിങ്ങിനെല്ലാം ഇതുപോലെയുള്ള ഒരു പാരഗ്രാഫ് ആണ് തരിക. എന്നിട്ട് താഴെ റിഷ്ടിഷോടെ ഫാൾസ് ഉണ്ടാവും. നമ്മള് മരിയയുടെ ക്വസ്റ്റ്യൻ ചെയ്തതുപോലെ ആയിരിക്കും റീഡിങ് വരിക. അതുപോലെ മാത്രം എന്നല്ല, ആ ഒരു മോഡൽ ആയിരിക്കും. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ടൈപ്പ് ലൈക്ക് മോസ്റ്റ്ലി നമ്മൾ അതുപോലെയാണ് കണ്ടിട്ടുള്ളത്, അല്ലാതെയും വരാം കേട്ടോ. ഓക്കെ, സോ യാ, ഇങ്ങനെയുള്ള റീഡിങ്സ് ആയിരിക്കും നമുക്ക് വരുന്നത്. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു സ്പീക്കിംഗ് റിലേറ്റഡ് ആയിട്ട് ചെയ്യാം. നമുക്ക് ഇപ്പൊ ഇതുപോലെ ഞാൻ ടോപ്പിക്സ് ഡിസ്പ്ലേ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഒരു കാര്യം ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിച്ച് ആൻസർ ചെയ്യാൻ നോക്കുക. നിങ്ങൾക്ക് ഇപ്പോ ക്വസ്റ്റ്യൻസ് ബിൽഡ് ചെയ്യാൻ അറിയില്ലേ? വേ ഫ്രാഗൻ und ja nein Fragen? കുറച്ച്. ഓക്കെ, കുറച്ച്. ഇറ്റ്സ് ഓക്കെ, നിങ്ങൾ ട്രൈ ചെയ്യുക. ഇപ്പൊ ട്രൈ ചെയ്യുന്ന ടൈമിൽ തന്നെ എന്തെങ്കിലും വേർഡ്സിൽ ഡൗട്ട്, ഈവൻ സ്ട്രക്ചറിൽ ഡൗട്ട്സ് വന്നാൽ നിങ്ങൾ ചോദിച്ചോ. സോ അത് നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് നിങ്ങൾ സംസാരിക്കുന്ന, അതായത് നിങ്ങൾ അത് എക്സ്പ്രസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്കത് ഇതെങ്ങനെയാണ് സ്പീക്കിങ്ങിൽ അപ്ലൈ ചെയ്യുക. ഇപ്പൊ ഒരാൾ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ അതിന് നിങ്ങൾക്ക് ആൻസർ സെന്റൻസ് ഫോമിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ ഇത് നിങ്ങൾക്ക് സെൽഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യണം. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കിപ്പോ ജർമ്മൻസ് അല്ലെങ്കിൽ ജർമ്മൻ അറിയുന്നവര്, ജർമ്മൻ സംസാരിക്കുന്നവരൊക്കെ ആയിട്ട് ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള ചാൻസ് ഇല്ല. നിങ്ങൾ ഡ്യൂട്ടീസ് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു 1 അവർ ആയിരിക്കും ജർമ്മൻ ആയിട്ട് ഒരു ടച്ച് കിട്ടുന്നത്. സോ ഇത് ഒന്നുകൂടെ സ്പീക്കിങ്ങിൽ അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ള കൈൻഡ്സ് ഓഫ് ആക്ടിവിറ്റീസ് ചെയ്യണം. സോ നമുക്ക് ചെറുതായിട്ട് നിങ്ങൾക്ക് അറിയുന്ന ഇപ്പൊ എസ്സൻ എന്താ നിങ്ങൾക്ക് അറിയില്ലേ? എസ്സൻ To eat. Wait. ടു ഈറ്റ്, ട്രിങ്കൻ, To drink. To To drink. drink. ഫീലൻ, To To play. play. ഫാമിലി, Family. Family. ഫാമിലി. സോ എസ്എൻ വെച്ചിട്ട് ഒരു ക്വസ്റ്റ്യൻ ഇപ്പോ ഓക്കെ, ഇപ്പൊ കവിത ലിജിയുടെ അടുത്ത് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. വസ് എസ്എൻസി. സോ ഇപ്പം ലിജി ഇപ്പൊ ഏതെങ്കിലും ഒരു സാധനം, ഇപ്പൊ എന്തെങ്കിലും ഒരു ഫുഡ് ഐറ്റംസിന്റെ പേര് പറഞ്ഞിട്ട് ഇഷ് എസ് ഇപ്പോ ബിരിയാണി, ഐ എം ഈറ്റിംഗ് ബിരിയാണി, ഇഷ് എസ് ബിരിയാണി, ഇങ്ങനെ പറയാം.
ഇപ്പം ഇതുപോലെയുള്ള സിമ്പിൾ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ഇപ്പൊ എൻ എന്നുള്ളൊരു വേർഡ് നിങ്ങൾക്ക് കിട്ടിയാൽ ഇതുപോലെ ചോദിക്കാം. വാട്ട് ആർ യു ഈറ്റിംഗ്, അല്ലെങ്കിൽ വാട്ട് ആർ യു ഡ്രിങ്കിങ്, വാട്ട് ആർ യു പ്ലേയിങ്, അല്ലെങ്കിൽ ഇപ്പോ ഇപ്പോ ഓക്കെ ഇപ്പൊ ഷീബയുടെ അടുത്ത് ചോദിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഷീബക്ക് ചോദിക്കാം എൻ എന്നുള്ളൊരു ടോപ്പിക്ക് കിട്ടിക്കഴിഞ്ഞാൽ വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ് എന്ന് ചോദിക്കാം ഓപ്പോസിറ്റ് ഉള്ള ആളെടുത്ത്. ഓക്കെ, ഇപ്പോ നമ്മുടെ അക്ഷയ് ഓപ്പോസിറ്റ് ആയിട്ടുണ്ടെങ്കിൽ അക്ഷയുടെ അടുത്ത് വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്. നമ്മുടെ ഫേവറേറ്റ് ഫുഡ് എന്നുള്ളതിന് ലിയബ്ലിംഗ് എൻ എന്ന് പറയും നമ്മൾ. ലിയബ്ലിംഗ് എൻ. ഇപ്പൊ ഫേവറേറ്റ് ഡ്രിങ്ക് ലിയബ്ലിംഗ് ഡ്രിങ്ക്. അതുപോലെ ഫേവറേറ്റ് പ്ലേ ഇപ്പൊ നമ്മുടെ ഇഷ്ടമുള്ള പ്ലേസ് ഇപ്പൊ ക്രിക്കറ്റ് ഫുട്ബോൾ ഒക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും. സോ ലിയബ്ലിംഗ് സ്പീൽ ഇങ്ങനെ പറയും നമ്മൾ. സോ ലിയബ്ലിംഗ് എൻ വാട്ട് ഈസ് യുവർ വിച്ച് ഇസ് യുവർ ഫേവറേറ്റ് ഫുഡ് ഇത് ചോദിക്കാം. ഓക്കെ, സോ അതുപോലെയുള്ള കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുക. അതിലിപ്പോ നിങ്ങൾ ഒരു കാര്യം ചെയ്തോ, മീനിങ്സ് നിങ്ങൾക്ക് ഏതെങ്കിലും വെക്കാബുലറീസ് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആ ഒരു ടൈമിൽ എൻ്റെ അടുത്ത് ചോദിക്കുക. എന്നിട്ട് കോൺജുഗേഷൻ, സ്ട്രക്ചർ ഇതെല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെയ്യുക. ആൻഡ് ചോദിക്കുന്ന ടൈമിൽ ആരെടുത്താണോ ചോദിക്കുന്നവർക്ക് ഇവർക്ക് ഏതെങ്കിലും ഒരു കൈൻഡ് ഓഫ് വേർഡ്സ് യൂസ് ചെയ്തിട്ട് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഇപ്പൊ എന്താണ് വാട്ട് ആർ യു ഈറ്റിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫുഡ് ഐറ്റം വെച്ചിട്ട് സെന്റൻസ് കറക്റ്റ് ആയിട്ട് ടെൻസും കറക്റ്റ് ആയിട്ട് അല്ലെങ്കിൽ കോൺജുഗേഷൻ കറക്റ്റ് ആയിട്ട് വന്നിട്ട് നിങ്ങൾക്ക് അത് റെസ്പോണ്ട് ചെയ്യാൻ പറ്റണം. ഓക്കെ, അവിടെയാണ് നിങ്ങളുടെ സ്പീക്കിംഗ് സക്സസ് ആവുന്നത്. നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് ഒരു കാര്യം ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റണം. സോ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒരു 10 minutes ഇതുപോലെയുള്ള ഒരു സ്പീക്കിംഗ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്റ്റും പ്രസന്റും ഫ്യൂച്ചറും നമ്മൾ പ്രസന്റ് ടെൻസ് ചെയ്യാൻ അറിയില്ലേ നിങ്ങൾക്ക്? ക്ലിയർ അല്ലേ? ഇപ്പോ ഐ എം മേക്കിംഗ് ടീ, ലൈക്ക് ഐ എം ഡൂയിങ് ദാറ്റ്, ഐ എം ഡൂയിങ് ദിസ്, ഇങ്ങനെയുള്ള പ്രസന്റിലുള്ള ഫോം. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് ദെൻ ഫ്യൂച്ചർ. നമ്മുടെ വേർഡൻ, വിൽ എന്നുള്ള വേർഡൻ വേർബ് നമ്മൾ പഠിച്ചതല്ലേ? നമ്മൾ വേർഡൻ വെച്ചിട്ട് ഫ്യൂച്ചർ. സോ ഇതുപോലെ ഇപ്പൊ ഞാനൊരു പ്രസന്റ് ടെൻസ് സെന്റൻസ് പറയും, ഒരു പാസ്റ്റ് ടെൻസ് സെന്റൻസ്, ഒരു ഫ്യൂച്ചർ ടെൻസ് സെന്റൻസ്. ഇത് ഞാൻ പറയും. എന്നിട്ട് നിങ്ങൾ ഓരോരുത്തരും ഇൻഡിവിജ്വലി നിങ്ങൾക്ക് അത് പ്രസന്റില്, പാസ്റ്റില്, ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഒന്ന് നോക്കൂ കേട്ടോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രസന്റും പാസ്റ്റും ഫ്യൂച്ചറും നമ്മൾ പഠിച്ചത് ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തിട്ട് വരിക നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, നമ്മള് ഈ ഒരു ടെൻസസ് നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഓക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി ആയിരിക്കും. നിങ്ങളെ സംബന്ധിച്ച് ആ ഒരു ഏറ്റവും ഉള്ള കാര്യങ്ങളെല്ലാം ഈസി ആയിട്ട് ക്യാച്ച് ചെയ്യാൻ പറ്റും. സോ നമുക്ക് ടെൻസസ് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് പോവാം. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുന്ന ടൈമിൽ കംപ്ലീറ്റ്ലി ഇത്രയും പ്രസന്റ് നമ്മൾ സാറ്റ് സ്ട്രക്ചർ എന്നുള്ള നോട്ട്സ് നോക്കുക. അതിൽ കറക്റ്റ് സെന്റൻസ് സ്ട്രക്ചർ ഉണ്ടാവും. ആൻഡ് ദെൻ വേർഡൻ നമ്മുടെ മ്യോസ്റ്റൺ വേർഡൻ നോട്ട്സിൽ വേർഡൻ എങ്ങനെയാണ് വേർഡൻ വെച്ചിട്ട് സെന്റൻസസ് ചെയ്യുക എന്നുള്ളത് നോക്കുക. അതുപോലെ മൊഡാൽ വെർബ്സ് വെച്ചിട്ട് ഇപ്പം ഐ ക്യാൻ റീഡ്, ഐ ക്യാൻ സ്പീക്ക്, ഇങ്ങനെയുള്ള സെന്റൻസസ് ഒക്കെ വരുന്ന ടൈമിൽ എങ്ങനെ ചെയ്യും നോക്കുക. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസ് പെർഫെക്റ്റ് പാർട്ടിസിപ്സുമായി പ്രിറ്റേറിറ്റും ഇത് രണ്ടും എങ്ങനെ ചെയ്യും നോക്കുക. നിങ്ങൾ എന്ത് ചെയ്തോ, ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ്സ് നിങ്ങൾ പറ്റാവുന്നത് നിങ്ങൾ പഠിക്കുക. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്ന ടൈമിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള വേർഡ്സ് ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ മാക്സിമം ആ ഒരു സ്ട്രക്ചർ, ടെൻസ് ഇതൊക്കെ ക്ലിയർ ചെയ്ത് വരിക കേട്ടോ. അതുപോലെ വേർബിന്റെ പൊസിഷൻ, ഏത് വേർബ്സ് ആണ് കോൺജുഗേറ്റ് ചെയ്യേണ്ടത്, ഏത് വേർബ്സ് കോൺജുഗേറ്റ് ചെയ്യണ്ട, അതുപോലെ ഏത് ഹെൽപ്പിംഗ് വേർബ് ആണ് യൂസ് ചെയ്യുക. ഇപ്പൊ പാസ്റ്റിലെല്ലാം ഏത് ഹെൽപ്പിംഗ് വേർബ് യൂസ് ചെയ്യും, അപ്പോ മൂമെന്റ് ഉള്ളതിന് ഏത് യൂസ് ചെയ്യും, മൂമെന്റ് ഇല്ലാത്തതിന് ഏത് യൂസ് ചെയ്യും. സോ ഇങ്ങനെയെല്ലാം അതിന്റെ റൂൾസും സ്ട്രക്ചറും കംപ്ലീറ്റ്ലി പഠിച്ച് വരിക കേട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. ഓക്കെ, പിന്നെ അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഇപ്പോ ഇങ്ങനെ വേണം, ഇപ്പൊ ഞാൻ മാക്സിമം നിങ്ങളെ സ്പീക്കിംഗ്, റൈറ്റിംഗ്, റീഡിംഗ് ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാൻ നോക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇങ്ങനെ ചെയ്താൽ ഒന്നുകൂടെ ബെറ്റർ ആവും, നിങ്ങൾക്ക് ഇങ്ങനെ വേണം എന്നുള്ളത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ഓക്കെ ഗൈസ്, സോ alles klar, all clear? Yes, clear, ma'am. ഓക്കെ, സോ നിങ്ങൾക്ക് ഒരു വർക്ക് തന്നിട്ടുണ്ടായിരുന്നു, ഇമെയിൽ ഓർ ലെറ്റർ. അത് നിങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ, ഇപ്പോൾ നെക്സ്റ്റ് ക്ലാസ് നിങ്ങൾ ഒരു കാര്യം ചെയ്തു, നാളെ നിങ്ങൾ റിവിഷൻ ചെയ്ത്, അതായത്
മൺഡേക്കുള്ളിൽ നിങ്ങൾ റിവിഷൻ ചെയ്തോ. അതിനുശേഷം നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിന് മുൻപായിട്ട് റൈറ്റിംഗ് പാർട്ട് ചെയ്താൽ മതി കേട്ടോ. ദാറ്റ് ഇസ് ലെറ്റർ മെയിൽ അതിനുശേഷം ചെയ്താൽ മതി. ഈ വരുന്ന അപ്പം നെക്സ്റ്റ് ക്ലാസ്സിന് മുമ്പായിട്ട് ഈ ഒരു ടെൻസസും സെന്റൻസസും ഒക്കെ റിവൈസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ടൈം ഉള്ളവര് മെയിൽ ചെയ്ത് മെയിൽ ഓർ ലെറ്റർ എഴുതിയിട്ട് ഷെയർ ചെയ്യാൻ നോക്കുക. അല്ലാത്തവര് ഈ ഒരു നെക്സ്റ്റ് ക്ലാസ്, അതായത് നമ്മുടെ റിവിഷൻ കഴിഞ്ഞതിന് ശേഷം, റിവിഷൻ എന്ന് പറയുന്ന ടൈമിൽ ഈ ഒരു 3 ടെൻസസ് സെന്റൻസസ്, സോ ഇതിന് ശേഷം നിങ്ങൾ ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്താലും മതി. ഇറ്റ്സ് ഫൈൻ. ഓക്കെ ഗൈസ്, സോ എനി ഡൗട്ട്സ് ഓർ ക്വസ്റ്റ്യൻസ്? യെസ്? No. നോ? Nine. Okay, fine. Okay guys, so yeah, tschüss, bis bald. Bis bald. Danke. Ja, tschüss, vielen Dank. Danke. Ja, bitte. Vielen Dank. Ja, bitte.